അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് 3-ാം വാർഡിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റും കർഷക കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റുമായ നടുവിലേക്കുറ്റ് തോമസ് ജോസഫാണ് 3-ാം വാർഡിൽ കോൺഗ്രസ് റിബലായി മത്സരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചാണ് അദ്ദേഹം അംഗത്തിനിറങ്ങുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ 52 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന തോമസ് ജോസഫ് 30 വർഷമായി 3-ാം വാർഡ് പ്രസിഡന്റാണ്. കൂടാതെ കർഷക കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. തനിക്ക് വാർഡിൽ മത്സരിക്കാൻ മണ്ഡലം കമ്മിറ്റിയിൽ ആവശ്യമുയർത്തിയതാണ്. മണ്ഡലം കമ്മിറ്റി ഏകപക്ഷീയമായി മറ്റൊരാൾക്ക് സീറ്റ് നൽകുകയും തന്നെ അപമാനിക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. 52 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുക തന്നെ തഴഞ്ഞ് 1 വർഷം മുമ്പ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ആൾക്കാണ് സീറ്റ് നൽകിയത്. തനിക്ക് സീറ്റ് വേണമെന്ന് ബ്ലോക്ക് കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടിട്ട് നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തിറങ്ങിയത്. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം തന്റെ ഔദ്യോഗിക സ്ഥാനമെല്ലാം രാജിവെച്ച് കത്ത് നൽകുകയും ചെയ്തതായി തോമസ് ജോസഫ് പറയുന്നു. ഞാൻ കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഞാനൊരു സീറ്റ് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. ഒന്ന്, രണ്ടാമത് 30 വർഷമായിട്ട് ഞാൻ ഈ വാർഡിന്റെ പ്രസിഡന്റാണ്. എനിക്ക് ആവശ്യമായ ഒരു പരിഗണനയും നമ്മൾ തരാതിരിക്കുകയും നമ്മൾ മത്സരിച്ചാൽ വാർഡ് തോറ്റു പോകുന്നവർ പറയുകയും മോശമായി അഭിഷേകിക്കുകയും ആവശ്യമില്ലാത്ത വാക്കുകൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടിയിൽ നിന്ന് എനിക്ക് ഒരു പരിഗണനയും കിട്ടിയില്ല. പരിഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗുണമില്ല. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ മത്സരിച്ചാൽ വോട്ട് കിട്ടുകയില്ല, തോറ്റു പോകത്തേ ഉള്ളൂ. അപ്പം ജയിക്കുന്ന ഒരാളിനെ അവർ നിർത്തി. ആ പുള്ളിയുടെ ഭാര്യ കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വരെയും ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും വോട്ട് പിടിച്ചു കൊടുക്കുകയും ചെയ്ത. അങ്ങനെയാണ് അവർ ജയിക്കുന്നത്. അവരുടെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് ഇയാളെ വരുന്നത്. അയാൾ വന്നിട്ടിപ്പോൾ 1 വർഷം അയാൾ കോൺഗ്രസിലേക്ക് വന്നത്. അയാളാണ് കൊള്ളാവുന്ന സ്ഥാനാർത്ഥി എന്നും പറഞ്ഞ് പാർട്ടി സീറ്റ് കൊടുത്തു. എനിക്ക് 68 വയസ്സ് കഴിഞ്ഞ് ഇനി എനിക്കൊരു അവസരമില്ല. ഞാനത് അവരോട് കമ്മിറ്റിയിലും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പാർട്ടി നിന്ന് മാറി നിൽക്കുകയും സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. മറ്റു പഞ്ചായത്തിലെ പോലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കോൺഗ്രസിലും ഇതോടെ കലഹം ഉടലെടുത്തു. ജനപിന്തുണയില്ലെന്ന് പറഞ്ഞാണ് തോമസ് ജോസഫിന് സീറ്റ് നിഷേധിച്ചത്. പണമുള്ളവരെ നോക്കി മാത്രമാണ് സീറ്റ് വീതം വെച്ചതെന്നും അർഹതയുള്ളവർക്ക് സീറ്റ് നിഷേധിച്ചുവെന്നും തോമസ് ജോസഫ് ഇടുക്കി വിഷനോട് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.